ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഈ സിംഗിൾ ക്രോഷ്യേറ്റിംഗ് സ്റ്റിച്ച് ഉണ്ടാക്കാം എന്നാണ്. ആദ്യം നമ്മളൊരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ചെയിനിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചസും കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ആദ്യത്തെ ചെയിനിലെ ഒരു പോർഷനിലേക്ക് നമ്മൾ ഹുക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള യാനിനെ ഇപ്പോൾ കാണുന്ന പോലെ നമ്മൾ ഹുക്കിട്ട പോർഷനിലേക്ക് തന്നെ വലിച്ചെടുക്കണം. അതേ റിപ്പീറ്റ് പോർഷനാണ് നമ്മൾ എൻറ്റയർ ആ ചെയിനിനകത്ത് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എങ്ങനെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ചെയിൻ ഉണ്ടാക്കാമെന്നും എങ്ങനെ നമുക്ക് നോട്ട് ഇടാമെന്നും ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എല്ലാവരും പോയി ഒന്ന് നോക്കണം. അതിനുശേഷമുള്ള സ്റ്റെപ്സുകളാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചെയിന്. അത് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പാണ്, നമുക്ക് പല രീതിയിലുള്ള സ്റ്റിച്ചസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു നോർമലി ഉള്ള ഒരു സ്റ്റിച്ചസാണ് ഞാൻ കാണിക്കുന്നത്. പല രീതിയിലുള്ള ക്രോഷ്യേറ്റിംഗ് പാറ്റേൺസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള നോർമലായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റിച്ചസാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ എങ്ങനെ നമുക്ക് വേറെ പാറ്റേൺസൊക്കെ ചെയ്യാമെന്നും നെക്സ്റ്റ് വീഡിയോസിൽ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സിംഗിൾ ക്രോഷ്യേറ്റിംഗ് ആണ് നോക്കുന്നത്. ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സിമ്പിളാണ് ഈ ഒരു ചെയിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടെന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് വേറെ വേറെ പാറ്റേൺസൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക.